ട്രിബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്ന കുടിയാന്മയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും തീർപ്പുണ്ടാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കുക സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകും മുൻപ്. മന്ത്രിയുടെ പ്രഖ്യാപനം വൈക്കം ചെമ്മനത്തുകര നടന്ന പട്ടയ വിതരണ പരിപാടിയിൽ. ആലപ്പുഴ മുട്ടാറിലും മിത്രക്കരിയിലും കുടുംബശ്രീ ഓണം വിപണനമേളയ്ക്ക് തുടക്കം. വിപണനമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിറ്റഴിക്കുന്നത് കുടുംബശ്രീ ഗ്രൂപ്പുകളും സംരംഭകരും തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ. സർക്കാരിന്റേത് കർഷക വിരുദ്ധ നിലപാടെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ. സാധാരണ ജനതയ്ക്ക് സർക്കാർ സമ്മാനിക്കുന്നത് കണ്ണീരോണമാണെന്നും കുറ്റപ്പെടുത്തൽ. വിമർശനം കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇടയിലേക്കാട് കാവിലെ വാൻഡ്രക്ക് ഓണസദ്യ വിളമ്പാനൊരുങ്ങി വിദ്യാർത്ഥികൾ. പരിപാടി നവോദയ ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി. ഓണസദ്യയിൽ വിളമ്പുന്നത് 17 വിഭവങ്ങൾ. ഓണാഘോഷം സെപ്റ്റംബർ 16-ന്. തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ദർശന സമയം 1 മണിക്കൂർ കൂട്ടി. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം, ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ചശീവേലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വ്യത്യസ്തമായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ഓണം ആഘോഷിച്ചത് കൃപാസദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം. പരിപാടിക്ക് നേതൃത്വം നൽകിയത് NSS യൂണിറ്റും സൗഹൃദ ക്ലബ്ബും സംയുക്തമായി. സൈക്കിളിൽ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായി വിദ്യാർത്ഥി. മാതൃകയായത് പാലക്കാട് പെരിങ്ങോട്ടുകുറിശി സ്വദേശി അഖിൽ. അഖിലിനെ ആദരിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. മലപ്പുറം പൊന്നാനിയിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു. P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മേളയിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 5% മുതൽ വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറും. മലപ്പുറം BM തൂക്കുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാലം യാഥാർത്ഥ്യമായത് നഗരസഭയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന്.